നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചന. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കെ മുരളീധരനെ തന്നെ രംഗത്തിറക്കാനിരിക്കെയാണ് കെ മുരളീധരന്റെ സഹോദരിയെ തന്നെ കളത്തിലിറക്കാനുള്ള ബി.ജെ.പിയുടെ അപ്രതീക്ഷിത നീക്കം. ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വം പാർട്ടി നേതൃത്വങ്ങൾ അംഗീകരിച്ചാൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മക്കൾ തമ്മിലുള്ള പോരാട്ടത്തിനാകും വട്ടിയൂർക്കാവ് വേദിയാകുക. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷയും കോർ കമ്മിറ്റി അംഗവുമായ പത്മജയ്ക്ക് ജയസാധ്യതയുള്ള മണ്ഡലം നൽകണമെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. തൃശൂരിലും പത്മജയെ പരിഗണിക്കുന്നുണ്ട്. ജി കൃഷ്ണകുമാർ, ആർ ശ്രീലേഖ എന്നിവർക്ക് പുറമെ ശോഭാ സുരേന്ദ്രനാണ് വട്ടിയൂർക്കാവിലെ സാധ്യതാ പട്ടികയിലുള്ള മറ്റുള്ളവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 28-ന് മുമ്പ് പുറത്തിറക്കും. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും വട്ടിയൂർക്കാവിൽ ശ്രീലേഖയും മത്സരിക്കാനാണ് സാധ്യത. തൃപ്പൂണിത്തറയിൽ സാബു എം ജേക്കബിനെ സ്ഥാനാർത്ഥിയാക്കാനും ശ്രമം നടക്കുന്നു. പ്രാഥമിക പട്ടിക സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് കൈമാറി. ഓരോ മണ്ഡലത്തിലും പരിചിതരായവരെ മാത്രം സ്ഥാനാർത്ഥിയാക്കിയാൽ മതിയെന്നാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയ നിർദ്ദേശം. കഴക്കൂട്ടത്ത് വി മുരളീധരനും നേമത്ത് രാജീവ് ചന്ദ്രശേഖറും മത്സരിക്കുമെന്നുറപ്പാണ്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ നേരിയ വോട്ട് വ്യത്യാസത്തിൽ പരാജയപ്പെട്ട കെ സുരേന്ദ്രന് ഇത്തവണ വിജയിക്കാനാകുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിലെ ജയസാധ്യതയുള്ള മണ്ഡലത്തിലും മത്സരിക്കും. മലമ്പുഴയിൽ സി കൃഷ്ണകുമാറിനാണ് സാധ്യത. പാലക്കാട് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നും സൂചനയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ എം.ഡി. രമേശ്, പ്രകാശ് ബാബു, നവ്യ ഹരിദാസ്, ടി റനീഷ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. നവ്യയും റനീഷും നിലവിൽ കോർപ്പറേഷൻ കൗൺസിലർമാരാണ്.